നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറിന് വരാം. വരൂ, ഇരിക്കൂ. മനസ്സെന്ന് പറയുന്നത് വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രതിഭാസമാണ്. നമ്മൾ കരുതുന്നതും കാണുന്നതുമെല്ലാം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ്സുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന്റെ മനസ്സിനുണ്ട്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ട്രീറ്റ്മെന്റോ കൗൺസിലിങ്ങോ ഒക്കെ കൊണ്ട് മാറാവുന്നതല്ലേ ഉള്ളൂ. മാറായികയൊന്നുമില്ല. പക്ഷേ പ്രശ്നം ആർക്കാണെന്നും എന്താണെന്നും സ്വയം തിരിച്ചറിവ് ഉണ്ടാകുകയാണ് വേണ്ടത്. അതിനുശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാനാവൂ. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ നേരെ വിപരീതമായിരിക്കും കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ഗിരിധറിന് മനസ്സിലാവുന്നുണ്ടോ? മിസ്റ്റർ ഗിരിധർ, നിങ്ങൾ കരുതുന്ന പോലെ ഒരു കുഴപ്പവും നിങ്ങളുടെ ഭാര്യയ്ക്കില്ല. എനിക്കെന്ത് പ്രശ്നം? അല്ല, അത് കുറച്ചു ദിവസമായിട്ട് സുമിതയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് സുമി സമ്മതിച്ചാണല്ലോ. ഞാൻ എന്ത് സംഭവിച്ചെന്ന് ഗിരി എന്തൊക്കെയാ പറയുന്നേ? അല്ല സുമി, ഞാൻ കുറച്ചു ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യോ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു സാധാരണ കാര്യം. അപ്പൊ എന്നെ ചികിത്സിക്കാനാണോ നമ്മളിവിടെ വന്നത്? വൈഫിന്റെ ഭാഗത്തുണ്ടായതെന്ന് നിങ്ങൾ പറഞ്ഞ പെരുമാറ്റവും പ്രവൃത്തികളൊന്നും ഒരു മാനസിക അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങളല്ല. നോ ഡോക്ടർ, ഞാൻ പറഞ്ഞത് ഒരാളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വരുന്ന ചില മാറ്റങ്ങൾ. ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ എനിക്ക് ഈ കേസിൽ കാണാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. സുമി, കണ്ടില്ലേ ഡോക്ടർ, ഇത് കുറച്ചുകൂടെ മയത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ കരുതിയത്. ഡോക്ടർ, ഇങ്ങനെയാണോ ഒരു പേഷ്യന്റിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ടത്? അതിന് പേഷ്യന്റ് അവരല്ലല്ലോ. നിങ്ങളുടെ ഭാര്യ പെർഫെക്റ്റ്ലി നോർമലാണ് മിസ്റ്റർ ഗിരിധർ. രണ്ടുപേരോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. അതിന് ചെറിയ ചില കറക്ഷൻസ് ഒക്കെ വേണ്ടത് നിങ്ങൾക്കാണ് സർ. ജസ്റ്റ് ഷട്ട് അപ്പ്. നിങ്ങളുടെ പ്രായം മാത്രം ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇനി നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയാ നിങ്ങളുടെ ഈ ക്ലിനിക്ക് ഞാൻ പൂട്ടിക്കും, പറഞ്ഞേക്കാം. ഭ്രാന്തിരിക്കില്ല നിങ്ങൾക്കാ. സുമിത, 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 എന്തായി കാണിക്കുന്നത്? നിക്ക്, ഞാൻ പറയട്ടെ. ചേട്ടാ സുമി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആർക്കാ ഇപ്പൊ ഈ കച്ചവടത്തിൽ നേട്ടം ഉണ്ടായത്? കച്ചവടോ? ഭാമാന്റെ ഇങ്ങനെ വീണ്ടും വീണ്ടും മണ്ടിയാവല്ലേ. ജീവിതത്തിൽ നമ്മൾ പവിത്രമായി കരുതുന്ന പലതും കച്ചവടമായിട്ടാ ആൾക്കാര് കാണുന്നത്. കല്യാണം, കുഞ്ഞിന്റെ ജനനം, എന്തിനധികം മരണം പോലും. നാട്ടിലൊരു മരണം ഉണ്ടായാലേ ശവപ്പെട്ടി കടക്കാരന്റെ അടുപ്പ് പുകയൂ. മരിച്ചയാൾക്ക് വിദേശത്തൊരു മകനുണ്ടെങ്കിലേ മൊബൈൽ മോർച്ചറിക്കാരന്റെ കച്ചവടം നടക്കൂ. ആംബുലൻസ്, ഹോസ്പിറ്റല്, മോർച്ചറി എല്ലാം കച്ചവടം. ആന്റി സുസ്മിതേ, നീ കാടും പടലും തല്ലാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇപ്പൊ ഇവിടെ ഒരു ദത്തെടുക്കൽ ചടങ്ങ് നടന്നല്ലോ. അതൊരു കച്ചവടമായിരുന്നു എന്ന് കണക്കാക്കിയ ആർക്കാ ലാഭം? ശാലിനിക്ക് തന്നെ. അതായത് പ്രീതി വഴി അങ്കിളിന്റെയും ഭാമാന്റെയും സ്വത്തിനുണ്ടാകാവുന്ന ഏക അനന്തരാവകാശി കൂടി ഇപ്പൊ ശാലിനിയുടെ കസ്റ്റഡിയിലാ. സത്യഭാമയുടെ കോടിക്കണക്കിനുള്ള സ്വത്ത് ഇപ്പൊ ശാലിനിയുടെ കാൽച്ചുവട്ടിലാ. അതല്ലെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിലെ പണപ്പെട്ടി സത്യഭാമയുടെ കൊട്ടാരത്തെ വിഴുങ്ങിയെന്നും പറയാം.
നാളെ ചായക്കടക്കാരി ശാരദാമ്മ വന്ന് ഭാമാന്റിയുടെ അങ്കിളിനോട് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നേരത്തെ ആസൂത്രണം ചെയ്ത ഗെയിം ആന്റി. ശാലിനി വിഷ്ണുവേട്ടനെ കൊണ്ട് ബലമായി കഴുത്തിൽ താലി കെട്ടിച്ചത് എന്തിനാ? അന്നേ അവൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. അർജുനേട്ടൻ വഴി അവൾ പ്രീതിയുടെ വിശ്വാസവും പിടിച്ചടക്കി. ഇപ്പൊ പ്രീതി കോമയിലായത് അവക്ക് കൂടുതൽ സൗകര്യമായി. ശാലിനി വഴി അല്ലാതെ ഇനി മറ്റൊരു അനന്തരാവകാശി നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. അങ്കിളാണെങ്കിൽ വീൽ ചെയറിലും. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അർജുനേട്ടനും ഈ ഗൂഢാലോചനയിൽ ഒരു പങ്കുണ്ടെന്ന് കൂട്ടിക്കോ. സ്വത്തിൽ കണ്ണുവച്ചിട്ടൊന്നുമല്ല, പ്രീതി എങ്ങനെയെങ്കിലും കൈ ഒഴിയണം. പച്ചക്കറിയായി ബെഡിൽ കിടക്കുന്ന പ്രീതിയെ ഇനി എന്തിനാ അർജുനേട്ടന്? സുസ്മിതേ, ആ സത്യം പറയുമ്പോ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല ആന്റി. സാമാന്യ ബുദ്ധി വെച്ചെന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞിനെ നിയമപരമായി ദത്തു കൊടുത്തിരിക്കുക. ഇനി അർജുനേട്ടനും പ്രീതിയുമായിട്ടുള്ളത് കടലാസിലെ ഭാര്യാഭർത്തൃ ബന്ധം മാത്ര. പ്രീതി കോമയിലാണെന്നും ദാമ്പത്യ ജീവിതം സാധ്യമല്ലെന്നും കാട്ടി അർജുനേട്ടനൊരു പെറ്റീഷൻ കൊടുത്താ ഏത് കോടതിയും ഡിവോഴ്സ് അനുവദിക്കും. വക്കീലല്ലേ, കാഞ്ഞ ബുദ്ധിയ. നേരത്തെ പ്രീതിയുടെ സമ്മതം കൂടാതെ ഡിവോഴ്സിന് പോയ ആളും. ഇനി പ്രീതിയുടെ സമ്മതം നോക്കണ്ടല്ലോ ആർക്കും. ഇനി തെക്കും കൂറോ വടക്കും കൂറോ ഉള്ള വല്ല തമ്പുരാട്ടിയും കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കാം. നീ പറയുന്നതൊക്കെ സത്യമാണോ? ഷേ, ഇത്രയും നേർബുദ്ധിയായ എനിക്ക് പോലും ഇതൊക്കെ മനസ്സിലായിട്ട് ആന്റിക്ക് എന്താ മനസ്സിലാവാത്തെന്ന എനിക്ക് അതിശയം. ഇത്രയും പാവം ആവല്ലേ ആന്റി? പാവോ? നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ സത്യഭാമയുടെ വിശ്വരൂപം കാണും എല്ലാവരും. ശാലിനി, അർജുനും വിഷ്ണു എല്ലാരും. അതിനു വേണ്ടി ആന്റി ഞാനും കാത്തിരിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ കിടപ്പിൽ എഴുന്നേക്കുന്ന ദിവസം പറഞ്ഞ നിനക്ക് കൈമാറും പ്രീതി. യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതെ ഞങ്ങൾ ഇവളെ തിരിച്ചേൽപ്പിക്കും. ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ പ്രീതി? അവളെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇപ്പൊ സന്തോഷം കൊണ്ട് വിങ്ങുന്നുണ്ടാവാ മനസ്സ്. കൂടുതൽ പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തണ്ട. അവൾക്കെല്ലാം അറിയാം. വിഷ്ണുട്ടാ, പഞ്ചകൈലാസത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ ബാക്കി CCTV ഫുട്ടേജിന്റെ കാര്യം എന്തായി? അത് കിട്ടാൻ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാ പറയുന്നത്. കിട്ടിയിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല.
രോഹിത്തിന്റെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് എന്തെങ്കിലും സൂചന ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വെറുതെ ഇരിക്കായിരുന്നോ? അതും ശരിയാ. മേഘമോ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സുസ്മിത രക്ഷിച്ചിട്ടുണ്ടാവണം. പക്ഷെ അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? രോഹിത്തിന്റെ മിസ്സിങ്ങും പ്രീതി കോമയിൽ കിടക്കുന്നതും ഒക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രീതി കോമയിൽ നിന്ന് ഉണരുന്നതിന് സുസ്മിത ഇത്രയും ഭയക്കില്ല. പ്രീതിയെ കൊല്ലാൻ ശ്രമിക്കില്ല. പ്രീതി ഇപ്പോഴും കോമയിൽ തന്നെ തുടരാൻ കാരണക്കാരി ആ സുസ്മിതയാ വിഷ്ണുട്ടാ. പുരോഗതിയുടെ എന്തെങ്കിലും ഒരു സൂചന പ്രീതിയിൽ ഉണ്ടാവുമ്പോ സുസ്മിത അത് തല്ലിക്കെടുത്തും. സത്യാമ്മയ്ക്ക് അവളിലുള്ള വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം സുസ്മിതയെ ജയിലിലേക്കല്ലാതെ വേറെ എവിടെയും പറഞ്ഞു വയ്ക്കാനാവില്ല. അതിനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരു തെളിവുമില്ല. ഇനി തെളിവിനായിട്ട് കാത്തിരിക്കുന്നില്ല. കുറ്റവാളി നേരെ മുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ നാവിന്ന് തന്നെ ഉണ്ടാക്കും നമ്മൾ തെളിവ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നോട് അവന്തിക്കേട്ടത്തിടെ കൊടുക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് രണ്ടിടത്തും ഒരുപോലെ സച്ചേട്ടാ. അതെന്ന് മുതലാ നിനക്ക് രണ്ടുപേരും ഒന്നാവുന്നത്? നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. രണ്ടേട്ടന്മാർക്കും അവരൊരു കാര്യം മാത്രം. ഒന്ന് വിളിച്ച കൂടെ വരാനോ അനുജത്തിന്ന് കൂടെ കൊണ്ടുപോവാനോ നേരെയില്ലല്ലോ. അതിന് അവന്തികേട്ടത്തിലെ നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ആയിരുന്നു. ഇപ്പോ ഏട്ടത്തിക്കും ഭയങ്കര തിരക്കാ. എന്റെ കൂടെ കോളേജിൽ വരുമെന്ന് ചോദിച്ചപ്പോ അനഘ വിളിക്കാൻ പറഞ്ഞു. അനഘയോട് ചോദിച്ചപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാൻ പറഞ്ഞു. അമ്മയായിട്ട് കൂടെ വന്നത് എന്റെ അച്ഛനേട്ടത്തിയ. ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് അങ്ങനെയല്ലേ? ആ പൊട്ടത്തെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയാൽ മതി. അവൾക്കേ ഇപ്പൊ ഇത്തിരി തണ്ട് കൂടുതൽ. ആ തണ്ട് ആരെ കണ്ടിട്ടാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആരാണതിന് വളം വെക്കുന്നെന്നും. എടുത്തി നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരുമോ? നീ ഇരിക്ക, ഞാൻ പോയി കറി എടുത്തിട്ട് വരാം. ഇങ്ങിതാ, ഞാൻ വിളമ്പി തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. അതെന്താ? ഇനിയിപ്പോ സന്ദീപിനും അർച്ചനേട്ടത്തി വിളമ്പി തന്നാലേ കഴിക്കുന്നുണ്ടോ? ഞാൻ വിളമ്പി തന്നാലും ഭക്ഷണം ഇത് തന്നെയാണല്ലോ. അതോ അർച്ചനേട്ടത്തി വിളമ്പിയ ഇത് അമൃതായിട്ട് മാറുവോ? അതിന് ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. ഭക്ഷണം വിളമ്പിയതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്താ കളിക്കാണോ? അനക്കേ, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. സന്ദീപ്, ഇങ്ങോട്ടിരിക്കെ, ഞാൻ വിളമ്പിത്തരാം. എന്തിനാ വിളമ്പി മാത്രം കൊടുക്കുന്നേ? വാരി കൊടുത്തൂടെ? അതും കൂടെ ആവുമ്പോ തൃപ്തിയാവുമല്ലോ. എനിക്ക് വേണ്ട എടുത്തി, മതിയായി. ഇതൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളാ. ഇത്രയും നാളായിട്ടും ആരും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയിട്ടില്ല. അതിനുള്ള സാഹചര്യം ആരും ഉണ്ടാക്കിയിട്ടുമില്ല. ഒട്ടകത്തിന് സൂചിക്കുഴിയിൽ ഇടം കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാണാനും കഴിഞ്ഞു. എടുത്തേ, ഒന്നും കഴിക്കാതെ. എനിക്ക് തൃപ്തിയായി. എന്നാലും എന്തെങ്കിലും കഴിച്ചിട്ട്. വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും വർത്തമാനം ഉണ്ടായാ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്.
അതിനി ആരായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചങ്കുറപ്പുണ്ടെങ്കിൽ പൊട്ടിക്കട. എന്താടാ പൊട്ടിക്കുന്നേ? ആ നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോടാ. ആരാടാ നീ? നീ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നില്ലേ? എന്റെ പെണ്ണാടാ അവള്. ഇരിക്കടാ. കാര്യങ്ങൾ നിനക്കിപ്പോ ഏകദേശം മനസ്സിലായില്ലേ? ഇതേ ഞാൻ കൊടുത്തുവിട്ട പണം. പക്ഷെ അവൾ ഇങ്ങനൊരു കാര്യത്തിനാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. ഒരു പെണ്ണിന്റെ കയ്യിൽ 10 ലക്ഷം രൂപയും കൊടുത്തു വിട്ടിട്ട് എനിക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റൂടാ? എനിക്ക് കൈവിറക്കില്ല. പൊട്ടിക്കുമെന്ന് പറഞ്ഞാ പൊട്ടിക്കും. അയാള് നിനക്ക് കാശ് തരാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തിനാണ് ഒരു പെണ്ണിനെ കരുവാക്കി കളിച്ചത്? ഞാൻ അവളെ തട്ടിക്കൊണ്ടുവന്നതല്ല. പിന്നെ എങ്ങനെയാണ് അവൾ ഇവിടെ എത്തിയത്? ക്ഷേത്രത്തിൽ പോയ പെണ്ണ. ദിനേശിനെ പൊക്കുമ്പോ അവന്റെ വണ്ടിയിൽ ആ പെങ്കൊച്ചു ബോധമില്ലാതെ കിടക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. അവൻ എവിടെ നിന്നോ അവളെ മയക്കി കാറിന്റെ പിന്നിൽ കിടത്തിയിരുന്നു. അവിടുന്ന് ചിലപ്പോ താഴെ വീണ് കിടന്നിട്ടുണ്ടാവും. ബോധം തെളിഞ്ഞപ്പോ അകത്ത് കിടന്ന കാറിൽ നിന്ന് അവൾ സ്വയം കയറി വന്നതാ. അവളെ എടുത്തിട്ട് അവനെ വെറുതെ വിടാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് വീണു പോയാൽ തീർന്നില്ലേ? സ്വന്തം ഭാര്യയല്ലാതെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ഓർത്ത് സഹതപിക്കോ? ഇല്ല ദിനേശേട്ടാ, ആർക്കും ഉപകാരപ്പെടാത്തവനായി നിങ്ങളെങ്ങ് എഴുതിത്തള്ളും. അനുഭവിക്കുന്നതെല്ലാം കർമ്മം ചെയ്തതിന്റെ ഫലമാ. സ്വയം സത്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അന്നെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ ജീവിക്കുന്നവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന വിധി അതാ. തെറ്റുകൾ തിരുത്തി എനിക്ക് ജീവിച്ചു തുടങ്ങണം അമ്മു. പഴയ വഴിയിലേക്ക് ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു പോവില്ല. ഒരാള് നന്നാവണമെന്ന് ആഗ്രഹിച്ച പോരാ, അയാൾക്കത് സ്വയം തോന്നണം. ദിനേശേട്ടൻ ഏത് വഴിയും തെരഞ്ഞെടുക്കാം. ഉപദേശിച്ച ആരും ഇന്നുവരെ നന്നായിട്ടില്ലെന്ന് എന്റെ മുത്തശ്ശി പറയാറുണ്ട്. എനിക്ക് തിരിച്ചു പോകണം.
ദിനേശേട്ടൻ വീട്ടിലേക്കാണെങ്കിൽ വണ്ടി വന്ന് കയറും. വൈകിയതിന് മറുപടിയായി സുരഭി സിസ്റ്ററെ കാണാൻ പോയെന്നാ ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. താഴെ നിന്നെ കാണാതിരുന്നപ്പോ നീ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. എന്തു പറ്റി? മുഖത്തൊരു മാറ്റം. എന്താണെന്ന് അറിയില്ല ചേച്ചി. അമ്മ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. കൂടുതൽ സംസാരിക്കാനൊന്നും അമ്മ തയ്യാറാവുന്നില്ല. എന്നാൽ അമ്മയ്ക്ക് സുഖക്കുറവൊന്നും തോന്നുന്നുമില്ല. അമ്മ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പ്രയാസം അമ്മു. അത് നിന്റെ തോന്നല് മാത്രോ? അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന സമയമല്ലേ ഇത്? അത് നമ്മുടെ തെറ്റിദ്ധാരണയാ. അമ്മ സ്വയം ഒതുങ്ങിക്കൂടാനുള്ള ശ്രമത്തിലാ. ഞാൻ കാവേരി ചേച്ചിയോട് അകലെ കൂട്ടി ചോദിച്ചു. അപ്പോഴാ കാര്യങ്ങൾ വ്യക്തമായത്. എന്ത് കാര്യം? നീ വെറുതെ ഓരോന്നിന് ഓരോ അർത്ഥം കണ്ടെത്തരുത്. ഓരോ വർഷവും ആണ്ടുബലിയുടെ ചടങ്ങ് അടുത്തെത്തുമ്പോ അമ്മ ഇങ്ങനെയാണത്ര. കുറെ ദിവസം ആരോടും മിണ്ടാതെ മുറി തന്നെ ഇരിക്കും. നമുക്ക് ആ ചടങ്ങ് നടത്തണം അമ്മ. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുരൂഹതകളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. അല്ലാതെ എന്ത് ചെയ്താലും ഫലം കാണില്ല. അതിവിടെ ആരും സ്വന്തമായി ഒന്നും പറയുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാനാ അമ്മ? അച്ഛന്റെ ഫോട്ടോ കാണുമ്പോ കവിതയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വിഷയങ്ങൾ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കവിതയ്ക്ക് നിലത്തെറിയില്ലായിരുന്നു. നീ പറഞ്ഞത് കറക്റ്റ് അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണോ പറയാൻ ഇത്ര മടി? പേടിക്കണ്ട, ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ അത് നടത്തി തന്നിരിക്കും. സത്യം? സത്യം. നിങ്ങള് വേറൊരു വിവാഹം കഴിക്കണം. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞാലും നടത്തി തരുമെന്ന് നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ട്. സത്യം ചെയ്താൽ പാലിക്കണമെന്ന് നിർബന്ധമുള്ള ആളല്ലേ? എനിക്ക് തന്ന സത്യവും പാലിക്കണം. നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കണം. എല്ലാ സത്യങ്ങളും പാലിക്കാൻ ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. ഇന്നത്തെ ദിവസം എന്റെ സന്തോഷത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കല്ലേ? വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടാലേ എനിക്ക് സന്തോഷാവൂ. എന്റെ വിവാഹം കഴിഞ്ഞതാ. അവളെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് തൽക്കാലം ഞാൻ ചിന്തിക്കുന്നേ ഇല്ല.
നിങ്ങളുള്ള ഭാര്യ നിങ്ങൾക്ക് ചേർന്നതല്ല. പാർവതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ടൊരു ജീവിതം അബദ്ധത്തിൽ നിങ്ങളുടെ തലയിലായി പോയ ഈ പെണ്ണിൽ നിന്നും നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിലെങ്കിലോ നീ ഒന്ന് കാറി കയറ. ഇല്ല, സമ്മതമാണെന്ന് നിങ്ങൾ പറയാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്നാ എനിക്കൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെ ആയാലും എന്റെ തീരുമാനം ഞാൻ പറയാം. നിങ്ങളുടെ ഭാര്യയായി ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായി. ഇത്രയും നാള് ഞാൻ നിന്നെ അവഗണിച്ചതില് നീ എന്നോട് പ്രതികാരം ചെയ്യാണല്ലേ? നിന്റെ മുമ്പിലെ തൊഴുതു നിൽക്കാനൊന്നും ഈ വിശാലിനെ കിട്ടില്ല. ഞാൻ വേറൊരു വിവാഹം കഴിക്കല്ലേ നിനക്ക് വേണ്ടത്? എനിക്ക് സമ്മതമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി ഇവിടെ വന്ന സമയത്ത് ഔട്ട് ഹൗസിലായിരുന്നു താമസം. വിശാൽ ആ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ല. അവൾ ഈ വീട്ടിൽ താമസമാക്കിയിട്ടും വിശാൽ അവളെ കണ്ട ഭാവം പോലും കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്നാദ്യമായിട്ടാ രണ്ടുപേരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് പോയത്. നിന്റെ വരവ് വിശാലിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ലെന്നാ അതിന്റെ അർത്ഥം. വിശാൽ എന്റെ അടുത്തേക്ക് വരൂ ആന്റി. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ഒപ്പിച്ചു വെച്ച പണി ഞാൻ കണ്ടു. ഒരു പെണ്ണ് അവന്റെ ശരീരത്ത് വന്ന് മുട്ടിയാലൊന്നും അവന്റെ നില തെറ്റില്ല ജാസ്മിൻ. US പഠിച്ച അവന് പെണ്ണ് കിട്ടാക്കനിയൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ തെറ്റായ വഴിക്ക് പോയിട്ടില്ല. പ്രലോഭനങ്ങളിലോ അവൻ വീഴില്ല. സ്നേഹം അതൊന്നുകൊണ്ട് മാത്രമേ അവനെ കീഴടക്കാൻ കഴിയൂ. നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരു വഴി പരാജയപ്പെട്ട അടുത്ത വഴി പരീക്ഷിക്കണം. ജയിക്കുന്നതുവരെ മനസ്സ് മടിപ്പിക്കാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം കിട്ടാൻ പോകുന്ന തുകയുടെ വലിപ്പം ചെറുതല്ല. അറിയാം ആന്റി. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് നടക്കാതെ പിന്മാറില്ല ഈ ജാസ്മിൻ. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഗുഡ്. ആ വാശി നല്ലതാ. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാനാകൂ. കളികളെ ജയിക്കണമെങ്കിൽ ഗ്രൗണ്ട് അറിഞ്ഞു കളിക്കണം. മനസ്സിലായില്ല അല്ലേ? ഇങ്ങ് വാ. മോളെ, ഞാൻ പറഞ്ഞു തരാം. ഒരു സാരി കാണിച്ച് എന്നെ ആർക്കും പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്റെ വാർഡ്രോബിൽ 100 കണക്കിന് സാരികളാ ഉള്ളത്. അതുപോലെ ഗോപിയേട്ടനെ 1 ലക്ഷം രൂപ കാണിച്ച് ആർക്കും പാട്ടിലാക്കാൻ കഴിയില്ല. കാരണം ചോര നീരാക്കി സമ്പാദിച്ച കോടികളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില്. ഞങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ഞങ്ങളുടെ വീക്ക്നെസ് അറിയണം. മനസ്സിലായി ആന്റി. വിശാലിന്റെ വീക്ക്നെസ് അറിഞ്ഞു വേണം ഇനി ഞാൻ കരുക്കൾ നീക്കേണ്ടത്, അല്ലേ ആന്റി? ആ ഒരു വഴിയേ ഉള്ളൂ നിനക്ക്. ഒരാളുടെ വീക്ക്നെസ് അറിയണമെങ്കിൽ അയാളുമായിട്ട് അടുത്തിടപഴകണം. വിശാലുമായിട്ട് അടുത്തിടപഴകാനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കണം. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നീ ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്തിച്ചേരും. തിടുക്കം കാണിക്കണ്ട.
എന്നാ കൂടുതൽ വൈകിപ്പിക്കാനും പാടില്ല. ഞാൻ പറയുന്നത് മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി അരവിന്ദ, ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും മനസ്സിൽ വെക്കരുത്. സോറി അരവിന്ദ. എന്താ ഇത്? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കായിരുന്നുള്ളൂ. അല്ല, അന്ന് ഇരുട്ടിനെ മറന്ന് നിങ്ങൾ ശ്യാമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേടിയുടെ 50% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇരുട്ടിനെ നേരിടുമ്പോഴാ നിങ്ങൾക്കത് മനസ്സിലാവുക. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, അഖിലിന്റെ പേടി എന്ന രോഗം 50% മാറിയിരിക്കുന്നു. അപ്പോ വധൂവരന്മാർക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ? എന്റെയും വക ഓൾ ദി ബെസ്റ്റ്. ശരി എന്നാ. ശരി മാഡം. വസുന്ധര ദേവിയല്ലേ? മാം, നിങ്ങളൊരു മഹാഭാഗ്യവതിയാ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മരുമകളെയാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് ദൈവത്തോട് നന്ദി പറയണം. കനകം കയ്യിലിരിക്കുമ്പോ കാക്കപ്പൊഞ്ഞു തേടിപ്പോയൊരു കഥയുണ്ട്. പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അതാണ് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയത്. മരുമക്കളെ സ്വന്തം മക്കളായി കാണാനുള്ള ഹൃദയവിശാലതയാ അമ്മായിയമ്മ എന്ന് വിളിക്കുന്നത്. നല്ലൊരു അമ്മായിയമ്മയാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പോകാം. അവിചാരിതമായ ശ്യാമ എന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടത്. വളരെ നല്ല ഓർമ്മകളോടുകൂടി ഞാൻ മടങ്ങുന്നു. വീണ്ടും അവൾ വിജയിച്ചല്ലോ അമ്മ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്റെ മോന്റെ കൺട്രോള് എന്റെ കയ്യിലാണെന്നാ ഞാൻ കരുതിയിരുന്നെ. അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായി. ഇനി ഏത് നേരവും അവളുടെ തിരുമോന്തയും കണ്ട് ആനന്ദ നിലയത്തിൽ കഴിയണ്ടേ അമ്മ? അതിലും നല്ലത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മോൾ എന്നെ തനിച്ചാക്കി പോകരുത്. ഞാൻ എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു പോവും. എന്തായാലും ഇനി ഞാനിതൊന്നും വെറുതെ വിടില്ല. മരുമകളായി ഇവളെ അവിടെ വാഴിക്കുകയില്ല. പണ്ടേയുള്ള എന്റെ ആ തീരുമാനത്തിന് ഇപ്പൊ ശക്തി കൂടിയിട്ടേ ഉള്ളൂ. വിടില്ല ഞാൻ അവളെ. അമ്മേതേ വരുന്നുണ്ട്. വാമേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അമ്മേ, വാ പോവാം. അരുണേ, ഐശ്വര്യോട് അമ്മയും കൂട്ടിക്കൊണ്ട് വരാൻ പറ. ആ ഏട്ടാ. വാടാക്കി. ഐശ്വര്യ, അമ്മയും കൂട്ടി വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി എന്നും മോള് വേണം ഇവിടെ വിളക്ക് കത്തിക്കാൻ. കാരണം പ്രകാശമുള്ള ബോധമുള്ളവളാ നീ. പ്രകാശമുള്ള ബോധവും വെടിപ്പുള്ള കിടക്കയും അത് സൂക്ഷിക്കുന്നവരുടെ മനസ്സിലേക്കും വീട്ടിലേക്കും ദൈവം വരും. നീ എന്നും വിളക്കൊളുത്തുമ്പോൾ ആനന്ദ നിലയത്തിൽ എന്നും ഐശ്വര്യമായിരിക്കും. മോനെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വലിയ അഭിമാനമാണ് മോനെ. നീ ചെയ്തതാണ് ഏറ്റവും വലിയ ശരി. ശ്യാമയെ വീണ്ടും കതിർ മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റി താലി ചാർത്തി നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ രണ്ടുപേരും വലിയ ശരികളാണ്.
ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജന്മം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമായിരുന്നു അച്ഛാ. ഇല്ല മോനെ, ഇല്ല, തീർച്ചയായും ഇല്ല. എനിക്കത് നന്നായിട്ടറിയാം. എല്ലാവരും കൂടി ചതിയും കെണിയും ഒരുക്കി ശ്യാമി എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇത്രയും അറിവ് സംസ്കാരമുള്ള എന്റെ അമ്മയും അതിന് കൂട്ടു നിന്നില്ല അച്ഛാ. വിവാഹമോചനം വരെ എത്തിയെടുത്ത് നിന്ന ഞങ്ങള് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന. നടന്നു നോക്ക്, നല്ലതിനാണെന്ന് കരുതുന്നു. ശ്യാമ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തയല്ലേ? ഇതും ഭഗവാന്റെ പരീക്ഷണമാണെന്ന് കരുതുക. അഗ്നി പരീക്ഷണങ്ങൾ കഴിഞ്ഞെത്തിയവരായതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിന് കുറെ കൂടെ കെട്ടുറപ്പട്ട പരസ്പരം ഉറച്ച സ്നേഹത്തോടെ നിങ്ങൾ ഇനിയുള്ള കാലം ജീവിക്കും. എന്തെല്ലാം ചതികളെ ഇവിടെ നടന്നെന്ന് അച്ഛൻ അറിയാവോ? അറിഞ്ഞല്ലോ. ചതിക്കും വഞ്ചനയ്ക്കും ഒട്ടും കുറവില്ലാത്തവരായി മാറിയിരിക്കുന്നു ഇവിടെ ചിലരൊക്കെ. എന്നെയും ചതിക്കാൻ ശ്രമിച്ചില്ലേ? എന്റെ അസാന്നിധ്യത്തിലല്ലേ ഇവിടെ ഈ നാടകങ്ങളൊക്കെ അരങ്ങേറിയത്? വാസ്തവത്തിൽ ഇവിടെ പൊട്ടിത്തെറിക്കേണ്ടത് ഞാനല്ലേ? പക്ഷെ എന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും എന്റെ സംസ്കാരത്തെക്കുറിച്ചും എനിക്ക് തന്നെ തികഞ്ഞ ബോധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പല കുടുംബനാഥന്മാരെ പോലെ ഞാനും അതങ്ങ് സഹിക്കുന്നു, ക്ഷമിക്കുന്നു. എന്റെ അച്ഛന് ഉറച്ച നിലപാടുകൾ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇതൊന്നും അല്ലായിരുന്നു സംഭവിക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒക്കെ പോട്ടെ, മറന്നേ. പിന്നെ ആരുടെയും സ്വഭാവം ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. എങ്കിലും പറയുക, ശ്യാമയുടെ ഈ സ്വഭാവ മഹിമ അത് കൂടുതൽ ആരോടും വേണ്ട. അവർക്കാർക്കും അത് മനസ്സിലാവില്ല. ശരി അച്ഛാ. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുളസിക്കതിര. ഞാൻ സാഹിത്യം പറയുകയല്ല. നീ തുളസിയിലയിൽ വീണ തൂമഞ്ഞു തുള്ളിയാണ്. നിന്റെ വിശുദ്ധിയും നല്ല മനസ്സും സ്വഭാവം കൊണ്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാനൊന്നും പോണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകൾ മാത്രമായിരിക്കും. അച്ഛന്റെ പ്രാർത്ഥനകൾ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്തവനാണ് പിള്ള. അതുകൊണ്ട് തന്നെ ആ പിള്ളയുടെ മോളെ കൊണ്ട് എന്റെ അനിയനെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? അതെ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നീ പകല് വെല്ലുവിളിച്ചത് തമാശക്കായിരുന്നല്ലോ. തമാശക്കാ? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. എടാ, അതൊരിക്കലും ശരിയാവില്ലടാ. ഒന്നാമത് നിനക്ക് കല്യാണത്തിനുള്ള ഒരു പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, ആ പിള്ളയുടെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം എന്നൊക്കെ വെച്ചാ. സത്യം പറഞ്ഞ ഞാൻ കീർത്തനെ കുറിച്ച് മറന്നു തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഫ്യൂച്ചർ പ്രശ്നമാവെന്ന് കണ്ടപ്പോ ഞാൻ അവളെ മറക്കാന്ന് കരുതിയ. കീർത്തനെ കണ്ടപ്പോ ഞാൻ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്കാ ആ പിള്ള എല്ലാം തിരിച്ചു മറിച്ചത്. അവളുടെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എന്റെ കൺട്രോള് പോയി. അങ്ങനെയാ ഞാൻ ശബ്ദം ചെയ്തത്. അപ്പോഴത്തെ ഓളത്തില് അങ്ങ് വെല്ലുവിളിച്ചതല്ലേ, അതങ്ങ് പോട്ടെ. അല്ല, വെല്ലുവിളി തന്നെയാ. എന്നുവെച്ചാല് എനിക്ക് കീർത്തനെ കല്യാണം കഴിക്കണം. ഇല്ലില്ല, പറ്റില്ല. അത് സമ്മതിക്കാൻ പറ്റില്ല. അല്ല ബാലു, ഇത് സമ്മതിക്കണം. സമ്മതിക്കാനോ? ആ പിള്ളെ തനിക്കറിയില്ലേ? പണവും പദവിയും ഒന്നും വേണ്ട. എത്ര ദാരിദ്ര്യ അവസ്ഥയിലുള്ളവരോ മറ്റ് ജാതിക്കാരോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതുപോലത്തെ സ്വഭാവമുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന്. നിർത്ത് ബാലു, പറ. എന്റെ വീട്ടില് എല്ലാവരുടെയും സ്വഭാവം പെർഫെക്റ്റ് ആണോ? അമ്മ പറഞ്ഞ പോലെ കീർത്തന നല്ല കുട്ടിയാ. അപർണേച്ചി പറഞ്ഞതിന്റെ മുകളില് നീ ആരുടെ അഭിപ്രായം സ്വീകരിക്കുന്നതല്ല. ഞാൻ വീട്ടിന്റെ നടയിൽ എഴുതി വെക്കാൻ പോവാ. അപർണേച്ചി ഈ വീടിന്റെ ഐശ്വര്യം. അപർണമോള് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം, നിനക്ക്
കല്യാണത്തിനുള്ള സമയമായിട്ടില്ല. പിന്നെ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഈ കല്യാണം എന്ന് പറയുന്ന സംഗതി. മനസ്സിലായല്ലോ. പിള്ള സാറിനെയാ എതിർക്കുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ഏത് അപകടത്തിലും കൊണ്ടു ചെന്ന് ചാടിക്കും. അതാലോചിക്കുമ്പോഴാ എനിക്കൊരു പേടി. ഒന്നാമതേ സമാധാനം പോയിരിക്കുക. അമ്മയ്ക്ക് എന്താ അമ്മ സമാധാനക്കേട്? 2-3 ദിവസമായി അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണല്ലോ. എന്തു പറ്റി? കാറ്ററിംഗിന്റെ ആൾക്കാരാ. ഇതിനകത്ത് ചിലപ്പോ റേഞ്ച് കിട്ടൂല. അപ്പൊ ഏട്ടാ, ബാക്കി എല്ലാരും എനിക്ക് കട്ട സപ്പോർട്ടാ. ഏട്ടനും അഭിപ്രായം മാറ്റിയേ പറ്റൂ. എല്ലാരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോ ഇനി ഞാനെന്ത് പറയാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് പ്രാർത്ഥിക്കാൻ വന്നതാ, മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതല്ല. ഗുരുത്തമുള്ള കൊച്ചാ. ഉമ്മ, അമ്മ, അപ്പച്ചി, അപ്പുണ്ണേട്ടാ, വാപ്പ, മാമ, അച്ഛ. ഇതെന്താ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ഇത് ഞാനാ, ഷാഹിന IAS. ഞങ്ങളെ ഒരു കളക്ടറിനെ എത്ര അടുത്ത് കണ്ട ആദ്യാട്ടാ. മക്കള് ചാർജ് എടുത്തോ? കാക്കനാട് കളക്ടറേറ്റ് ചാർജ് എടുത്തച്ചാ. ഒഫീഷ്യലായിട്ട് ആദ്യത്തെ ഫയല് സൈൻ ചെയ്തിട്ടാ ഞാൻ വന്നേ. ഏത് ഫയലാ ആദ്യം സൈൻ ചെയ്തേ? അപ്പുണ്ണേട്ടാ, അപ്പുണ്ണേട്ടൻ എന്നോട് പറഞ്ഞതുപോലെ എല്ലാ ക്ഷീര കർഷകർക്കും മാസം 1 ലക്ഷം വീതം പെൻഷൻ. അല്ലെങ്കിലും അമ്മയ്ക്ക് അറിയാം എന്റെ മോള് പാവങ്ങളുടെ കളക്ടറാ. കളക്ടറേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് മോളെ? അപ്പച്ചി, അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നിങ്ങൾ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും കുഷ്ഠരോഗികളുടെയും തോട്ടികളുടെയും ഇന്ത്യ. ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയതിന് ഭർത്താവിനെ ശാസിച്ച് അത്താഴപ്പട്ടിണി കിടന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താ ഇവിടെ? ഷാഹിന കളക്ടറായിട്ട് വന്നിരിക്കുന്നു. എന്താ? അവൾ IAS കാരിയായിന്ന്. കളക്ടറോ? ആ, നീയോ? അതെ. +2 പാസ്സാവാത്ത ഇവളെങ്ങനെ IAS കാരിയായത്? അത് ശരിയാണല്ലോ. +2 പാസ്സാകാത്ത നീ എങ്ങനെ IAS കാരിയായത്? സുലു, ശരിയാണല്ലോ. +2 പാസ്സാവാത്ത നീ എങ്ങനെ IAS കാരിയായി? ഇക്ക അപ്പുണ്ണി, അതെ, +2 പാസ്സാവാത്ത നീ എങ്ങനെ IAS കാരിയായത് ഷാഹിന? അത് ശരിയാണല്ലോ. +2 പാസ്സാവും ഞാൻ എങ്ങനെ IAS ആയത്? +2 പാസ്സാവാതെ IAS കിട്ടില്ലേ? ശരിയാണല്ലോ. +2 പാസ്സാവാതെ IAS കിട്ടൂലല്ലോ.
പണ്ടങ്ങ് നല്ലോണം പഠിച്ചാൽ മതിയായിരുന്നു. എന്നാ പിന്നെ എനിക്കിപ്പോ IAS ഒക്കെ ആവായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.